ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. അതിക്ക് മുൻപായിട്ടേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് നിങ്ങളും എന്നോടൊപ്പം ചേരില്ലേ പ്ലീസ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ പത്രമാറ്റിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പത്രമാറ്റ് സീരിയലിൽ ഇതുവരെ വരാത്ത എപ്പിസോഡുകളാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്, ഇനി വരാനായിട്ട് കിടക്കുന്നതും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാട്ടോ താല്പര്യമുള്ളവർ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നവ്യാണ് കാണിക്കുന്നത്. അപ്പോൾ നവ്യ 4 മണിക്കായിട്ട് എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ ഇങ്ങനെ വിചാരിക്കണം, ദൈവമേ ജീവിതത്തിൽ ഇതുവരെ 4 മണി എന്നുള്ള സമയം പോലും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എഴുന്നേറ്റല്ലേ മതിയാവുള്ളൂ, എന്തായാലും ജലജയ്ക്കിട്ടൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞ് ജലജയെ വിളിക്കുകയാണ്. എന്നിട്ട് ജലജയോട് പറയാണ്, അമ്മേ എനിക്ക് ഭയങ്കര വിശപ്പ്, ഒരു കോഫി കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ പറയാണ്, നീ തന്നെ പോയിട്ടിട്ട് കുടിച്ചോളാൻ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയണം, അതെങ്ങനെ ഞാൻ പോയിട്ടിടുക, ഞാൻ പ്രഗ്നൻ്റ് അല്ലേ, അമ്മ എന്തായാലും ഇട്ടിട്ട് വരാൻ പറയണം. അപ്പോഴത്തേക്കും ജലജ പറയണേ, എടി രാവിലെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് വോമിറ്റിങ് വരും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയാണ്, അതെ എങ്കിൽ പിന്നെ ഞാൻ മുത്തശ്ശനോട് പറഞ്ഞിട്ട് മുത്തശ്ശനെ കൊണ്ട് കോഫി ഇടിച്ചോളാം എന്ന് പറയാണ്. ഇത് കേട്ടതും ജലജ ഞെട്ടാണ്. ജലജ വേഗം തന്നെ പറയാണ്, ഓ ഇതിനൊക്കെ എന്തിനാ മുത്തശ്ശനെ വിളിക്കുന്നത്, നിനക്ക് കോഫി വേണം അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ജലജയാണെങ്കിൽ പൊറുപൊറുന്ന് പറഞ്ഞുകൊണ്ട് കോഫിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും നവ്യ പറയണം, അമ്മയ്ക്ക് എന്നോട് ഇത്രയും കരുതലുണ്ടായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത്, പാവം എൻ്റെ അമ്മ, താങ്ക്സ് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കോഫി അടിച്ച് കുടിക്കുക കേട്ടോ. എന്നിട്ട് കുടിച്ചിട്ട് ജലജ ഒരു സിപ്പ് എടുത്തതും നമ്മുടെ നവ്യ പെട്ടെന്ന് തന്നെ പറയണേ, അയ്യേ ഇത് വായി വെച്ച് കൂട്ടാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജലജ പറയണേ, അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അതിന് ഇതിൽ ഒട്ടും പഞ്ചസാര ഇല്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, നിൻ്റെ റൂമിലുണ്ടാവുമല്ലോ പഞ്ചസാര. അപ്പോഴത്തേക്കും നവ്യ പറയണം, പഞ്ചസാര തീർന്നു, അതുകൊണ്ടേ അമ്മ താഴെ പോയിട്ട് അടുക്കളയിൽ നിന്ന് പഞ്ചസാര ഇട്ടിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയാം കേട്ടോ. ജലജയാണെങ്കിൽ തല കടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. എന്നിട്ട് ചെന്ന് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വരികയാണ്. ഇപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നവ്യ അത് കുടിച്ചിട്ട് പറയണം, ഇപ്പം എന്തായാലും ഓക്കെ ആയി, കറക്റ്റ് മധുരവും അടിപൊളി. അപ്പോഴേക്കും നവ്യ പറയാണ്, അല്ലമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, എന്തായാലും പഞ്ചസാര ഇടാനായിട്ട് പോയ സമയത്ത് 2 ബിസ്ക്കറ്റും കൂടെ കൊണ്ടുതരായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറയണേ, നവ്യേ നിനക്ക് ബിസ്ക്കറ്റ് അല്ലേ വേണ്ടത്, നിനക്ക് നാളെ രാവിലെ വേഗം ടിഫിൻ ഉണ്ടാക്കി തരാൻ ഞാൻ പറയാം, പിന്നെ ബിസ്ക്കറ്റ് ഞാൻ എടുക്കാൻ പോയി കഴിഞ്ഞത് അപ്പോഴത്തേക്കും ആ ചായ ആറിപ്പോകും, അപ്പോൾ അതിൽ മുക്കി കുടിക്കാനും പറ്റില്ല കഴിക്കാനും പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് മോൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നവ്യ സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജലജ റൂമിന് പുറത്തേക്ക് വരികയാണ്. ഇവള് ഒറ്റൊരുത്തി കാരണം എൻ്റെ ഉറക്കം കെട്ടല്ലോ ദൈവമേ, 4 മണിയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ 4 മണിക്ക് എഴുന്നേറ്റ് വിശക്കുന്നു, എൻ്റെ ഉറക്കം കെട്ടല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഗിയും പൊറുപുറത്തും ഒക്കെ അവരവിടെ നിന്ന് പോവാണ് കേട്ടോ. നവ്യക്ക് ചിരി വരുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ കനകത്തിനെയും ദേവയാനിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ കനകയാണെങ്കിൽ ദേവയാനീനെ ഇങ്ങനെ വിളിക്കുകയാണ്. കനക ദേവയാനിനെ വിളിച്ചതും ദേവയാനി വളരെ ദേഷ്യത്തിൽ എന്താ കനക എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ്, നിങ്ങളുടെ ഈ നോട്ടം ഭാവം കണ്ടാൽ തന്നെ അറിയാം നിങ്ങളുടെ സ്റ്റാറ്റസിന് പറ്റിയ ആൾക്കാരല്ല ഞങ്ങൾ, അതിൻ്റെ ആ ഒരു ധാർഷ്ട്യമൊക്കെ മുഖത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനായിട്ടാ, ഇതെല്ലാം വിധിയാണ്, ഈ വിധിയെല്ലാം ദൈവമായിട്ട് ഉണ്ടാക്കിയതാണ്, അതൊന്നും മാറ്റിക്കുറിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയാണ്, എന്താ നിങ്ങൾ പറഞ്ഞത്, ദൈവമായിട്ട് ഉണ്ടാക്കിയ വിധിയോ, ഈ വിധിയൊന്നും ദൈവമായിട്ട് ഉണ്ടാക്കിയതല്ല, നിങ്ങളായിട്ട് ചതിച്ചതാണ് ഞങ്ങളെ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും കനക പറയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ചതിച്ചതൊന്നുമല്ല, അറിയാതെ സംഭവിച്ചു പോയതാണ്, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞാനത് ചോദിച്ചല്ലേ മതിയാവുള്ളൂ. ഈ കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ നന്മകളും ചെയ്യുന്ന വളരെ സത്യസന്ധിയായിട്ടുള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ മകളുടെ ജീവിതത്തിൽ മാത്രം ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ മകളെ മാത്രം അംഗീകരിക്കാൻ സാധിക്കാത്തതെന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേട്ട ദേവയാനിക്ക് ദേഷ്യം വരികയാണ്. ദേവയാനി പറയാണ്, മതി നിങ്ങൾ നിർത്ത്, ഇത് ആരോടാ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. എത്രയോ സമാധാനത്തോടുകൂടി ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോയതാണ്, നിങ്ങളുടെ മോളെ എന്നീ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്നോടുകൂടി ഞങ്ങളുടെ സമാധാനം മുഴുവൻ തൊലഞ്ഞു, പിന്നെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ന്യായവും പറയാനായിട്ടില്ല, അതുമാതിരത്തെ വൃത്തികേടല്ലേ നിങ്ങൾ കാണിച്ചു കൂട്ടിയത്, എന്നിട്ട് ഇരുന്ന് ന്യായം പറയുന്നു എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയാണ്, ശരിയാണ് എല്ലാം ഞാൻ നിങ്ങളോട് സമ്മതിക്കുന്നുണ്ട്,
ഞാൻ എൻ്റെ മകളുടെ മുഖം മറിച്ച് മണ്ഡപത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നുള്ളത് നീര് തന്നെയാണ്. അങ്ങനെ എൻ്റെ മകൾ മുഖം മറിച്ച് ആ മണ്ഡപത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മകൻ കണ്ടതാണല്ലോ എൻ്റെ മകളാണ് അവിടെ ഇരിക്കുന്നതെന്ന്. ഒരു വാക്ക് പറയാറുന്നില്ലേ ഇവളെനിക്ക് കെട്ടാൻ പറ്റില്ല എന്ന്. അങ്ങനെയെങ്കിലും ആ കല്യാണം നിർത്തിവെക്കായിരുന്നല്ലോ. അവനത് ചെയ്തില്ല. അതെല്ലാം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴും നിങ്ങൾക്ക് ആ സമയത്ത് പറഞ്ഞു വിടായിരുന്നല്ലോ. അപ്പോഴും നിങ്ങൾ ചെയ്തില്ല. ആരോഗ്യം കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിട്ട് നിങ്ങൾ അവളെ കൊണ്ടുനടക്കുന്നു. അവളുടെ ജീവിതം നിങ്ങളായിട്ട് തന്നെ തുലയ്ക്കുന്നു. എനിക്ക് നിങ്ങൾ ഇത് പറയാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവയാനി പറയാണ് മതി നിർത്തുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും കനക പറയാണ് ഞാൻ നിർത്തില്ല, ഞാൻ പറഞ്ഞേ മതിയാവുള്ളൂ. ഞങ്ങൾക്കും ആഗ്രഹമില്ലേ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു, അവൾക്കൊരു കുഞ്ഞുണ്ടാവണം, ആ കുഞ്ഞിനെ താലോലിക്കണം, അവൾ സന്തോഷമായിട്ടിരിക്കണം. ഇതൊക്കെ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? നിങ്ങൾ കാരണം നിങ്ങളുടെ മകൻ എൻ്റെ മകളെ ഒന്ന് സ്നേഹിച്ചു പോലും തുടങ്ങിയിട്ടില്ല. ഇത് കണ്ടു നിൽക്കുന്ന എനിക്ക് എങ്ങനെ സഹിക്കാനായിട്ട് സാധിക്കും? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. എൻ്റെ മകനും നിങ്ങളുടെ മകളും കൂടി ഒരുമിച്ച് ഒരു റൂമിൽ കഴിയാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അവരുടെ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. പിന്നെ അവനാ നിങ്ങളുടെ മകളെ ഇഷ്ടമല്ലെങ്കിൽ അതിൽ നിർബന്ധിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും കനക പറയാണ് അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും? നിങ്ങളുടെ മകൻ എൻ്റെ മകളോട് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ്. നിങ്ങളുടെ മകനെ പറഞ്ഞു തിരുത്തേണ്ട കടമ നിങ്ങൾക്കുണ്ട്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവളെ കണ്ണീര് കുടിപ്പിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കടമ അമ്മയുടേതാണ്. ദയവേത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു പുണ്യമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ മകളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. ഇനി അവളെ ഇവിടെ പിടിച്ച് വെക്കരുത്. അവൾക്കൊരു ജീവിതം ഉണ്ടെന്ന് പറയാട്ടോ. അങ്ങനെ നമ്മുടെ കനക അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവാൻ കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യയാണ്. നവ്യയാണെങ്കിൽ ജലജയെ വിളിച്ചു വരുത്താണ് കേട്ടോ. അപ്പോൾ ജലജയെ വിളിച്ചു വരുത്തുമ്പോഴത്തേക്കും ജലജ വരികയാണ്. എടി നീ എന്തിനാ ആവശ്യമില്ലാണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത്? നീ വിളിക്കുമ്പോൾ വരാനായിട്ട് ഞാൻ നിൻ്റെ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയാണ് അമ്മ എൻ്റെ കാലിന് ഭയങ്കര വേദന എടുത്തിട്ടല്ലേ ഞാൻ അമ്മേനെ വിളിച്ചത്. പിന്നെ അമ്മയുടെ മകൻ്റെ കുഞ്ഞിനെയല്ലേ ഞാൻ ചുമക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയണോ എൻ്റെ ഒരു വിധി, എന്താണ് നിനക്കിപ്പോൾ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയാണ് അത് പിന്നെ എനിക്കെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചത്, നിങ്ങളുടെ മകനെക്കുറിച്ച് പറയാനായിട്ടാണ്. അങ്ങനെ നവ്യ ആണെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. എന്നിട്ട് പറയാണ് അല്ല ഇത് അമ്മയുടെ മകൻ മേടിച്ചുകൊണ്ടുവന്ന ടാബ്ലറ്റ് അല്ലേ? അപ്പോഴത്തേക്കും ജലജ പറയാണ് ഇതൊക്കെ എന്താ നവ്യേ, ഇത് ഇവൻ മേടിച്ചുകൊണ്ടുവന്ന തന്നെയാണ്, നിന്നോടുള്ള സ്നേഹം മൂത്തിട്ട് കുഞ്ഞിന് നിനക്കും ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ടുവന്ന ടാബ്ലറ്റാന്ന് പറയാണ്. അങ്കി അമ്മ ആ ടാബ്ലറ്റ് സൂക്ഷിച്ചൊന്ന് നോക്കിയെന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ജലജ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുകയാണ്. ഇത് എക്സ്പയറി കഴിഞ്ഞ ടാബ്ലറ്റാണ്. എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ഒരു ശ്രദ്ധ അർപ്പിക്കില്ല. ഞങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. ഞാനിതെല്ലാവരോടും പറയും. അതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ നവ്യയുടെ നേരെ തിരിച്ചിട്ട് പറയാണ് ഞാനിതൊക്കെ പിടിക്കുന്നത് എനിക്ക് ഇവർ രണ്ടുപേരും വിശ്വാസമില്ല. എന്നെ എൻ്റെ കുഞ്ഞിനെയും എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇവർ മടിക്കുകയില്ല. അപ്പോൾ എനിക്കും എൻ്റെ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെ വെറുതെ വിടരുതെന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും അഭി പറയാണ് നീ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. എന്തായാലും അഭിയും ജലജ അങ്ങ് കിടുങ്ങുകയാണ്. അങ്ങനെ അഭി വേഗം തന്നെ ചോദിക്കുകയാണ് എടി ഈ വീഡിയോ നീ ഇത് ആർക്കെടുത്താണ് അയച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ പോലീസിനൊക്കെയാണ് അയച്ചു കൊടുക്കാൻ പോകുന്നത്. എങ്ങാനും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടരുത്, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും ജലജ പറയണേ എടാ നീ എന്തിനാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെക്കുന്നത്? മണ്ട നീ കാരണം എനിക്ക് സ്വസ്ഥതയില്ലല്ലോ. മോളെ നവ്യേ നിനക്ക് കാലുവേദന എടുക്കുന്നു എന്നല്ലേ പറയുന്നത്? എടാ അഭി നീ ആ കൊച്ചിൻ്റെ കാലൊന്ന് തിരുമ്പി കൊടുത്തേടാ, അവളുടെ വേദന അങ്ങ് മാറട്ടെ എന്നിങ്ങനെ പറയാട്ടോ. അങ്ങനെ നവ്യനെ സോപ്പിടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ് മോളെ എനിക്കിനി വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയണം എനിക്ക് 3 ടൈപ്പ് ജ്യൂസ് വേണം, അത് 3 എനിക്ക് ഒരുമിച്ച് തന്നെ കൊണ്ടുതരണം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ മനസ്സിൽ പൊണ്ടറടങ്ങാനെന്ന് വിചാരിക്കാട്ടോ. എന്നിട്ട് ജലജ ഇങ്ങനെ പറയണം എങ്കിൽ ശരി അമ്മ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ അഭിനെ കൊണ്ട് കാലും തിരുമിപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോത്സ്യനെയാണ്. അങ്ങനെ പൂജാരി കുറച്ച് പൂജയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അനാമികയും എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ പറയുകയാണ് ഇവിടെ കുറച്ച് നവധാന്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് മുളച്ച് വരികയാണെങ്കിൽ നമുക്ക് അത് കൊണ്ടുവന്ന് വെള്ളത്തിൽ ഒഴുക്കി കളയാം. ഇനി അത് മുളച്ചില്ലെങ്കിൽ ഈ കല്യാണം നടക്കരുത് കേട്ടോ, നടക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയണം. എല്ലാവരും ഞെട്ടുകയാണ് കേട്ടോ. ഇത് കേട്ടതും ജലജയ്ക്ക് സമാധാനമാവാണ്. ജലജ വിചാരിക്കുകയാണ് എങ്കിൽ പിന്നെ ഈ ധാന്യങ്ങൾ ഞാൻ മുടക്കാൻ സമ്മതിക്കില്ല, അതിനുള്ള പണി എനിക്ക് നന്നായിട്ട് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് എന്നിങ്ങനെ ജലജ മനസ്സിൽ കണക്കൂട്ടുകയാണ് കേട്ടോ. അങ്ങനെ ജലജയാണെങ്കിൽ ആ ധാന്യത്തിൻ്റെ ഉള്ളിൽ കുറച്ച് സാനിറ്റൈസർ അടിച്ചു വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിൽ മുളക്കുകയില്ല, കല്യാണമൊട്ടും നടക്കുകയില്ല എന്നിങ്ങനെ ജലജ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാണ് കേട്ടോ. എന്തായാലും സാനിറ്റൈസറൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ജലജയുടെ ഊഹം പാളാണ്, അത് മുളയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ നമ്മുടെ കനക ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കനക എന്തായാലും ജലജയുടെ ഈ പ്ലാനൊക്കെ തട്ടിമറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ
വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.